2010-12 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ 4-5 മൾട്ടി സ്റ്റാർ ചിത്രങ്ങളെക്കുറിച്ച് മുൻപ് ഞാൻ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ സിനിമയെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്ക രൂപത്തിൽ പറഞ്ഞിരുന്നു. ഇന്നത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയാം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് 2020 ഹാങ് ഓവറിന് ശേഷം മോഹൻലാൽ, സുരേഷ് ഗോപി, ശരത് കുമാർ എന്നിവരൊക്കെ ഉൾപ്പെടുത്തി ഒരു മാസ് ആക്ഷൻ സിനിമ വന്നിരുന്നു. അതായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ എന്ന ടാഗിനോട് 100% നീതി പുലർത്തിയ ഒരു ചിത്രമായിരുന്നു അത്. മെയിൻ ക്യാരക്ടേഴ്സിന്റെ നല്ല സ്റ്റൈലിഷ് ലുക്കും കിടിലൻ മാസ് മൊമെന്റ്സും ഒക്കെയുള്ള നല്ലൊരു ചിത്രം. എന്നാൽ അതിന്റെ ഹാങ് ഓവറിൽ മോഹൻലാൽ, ദിലീപ്, ജയറാം എന്നിവരെ മുൻനിർത്തി ഒരു കോമഡി ട്രാക്കിൽ വന്ന മൾട്ടി സ്റ്റാർ ആയിരുന്നു ഈ ഒരു ചിത്രം. എനിക്കറിയാം ഈ സിനിമയ്ക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ഈ ചിത്രത്തെ ഒരു കോമഡി സിനിമ എന്ന നിലക്ക് ഭയങ്കര ഓവർ ദ ടോപ്പായി ആസ്വദിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായാണ് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാന കാരണം പടത്തിൽ ഒരു 60-70% കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായി തോന്നിയിരുന്നു. ഒരു ഫിലിം സെറ്റാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള സെറ്റപ്പുകൾ, ഓർഗാനിക്കായി വരുന്ന ലൊക്കേഷൻസ് ഈ ചിത്രത്തിൽ വളരെ കുറവായിരുന്നു. ഇനി മറ്റൊന്ന്, നായകന്റെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റിൽ പാവമായിരുന്ന ആള് മാസാവാൻ പോകുന്നു കാണിക്കാൻ പോകുന്ന രംഗത്ത് പുള്ളിയെ കൊണ്ട് ഷർട്ട് ഉരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് തീർത്തും അവോയ്ഡബിൾ ആയിരുന്നു. വി ഓൾ നോ ഹി വാസ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ്. എന്നിട്ട് ഒരു ബോളിവുഡ് നടന്മാരൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു പരിപാടി പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ഈ ചിത്രത്തെക്കുറിച്ച് തോന്നിയ മറ്റൊരു കാര്യമാണ് ദിലീപിന്റെ പെർഫോമൻസ്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ പുറത്തിറങ്ങിയ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, പാപ്പി അപ്പച്ച, കാര്യസ്ഥൻ കോമഡി ചെയ്യുന്നത് ദിലീപിനൊരു പുത്തിരിയല്ല. എന്നാൽ പുള്ളി പോലും വളരെ ആർട്ടിഫിഷ്യലായി കോമഡി ചെയ്യാൻ ഭയങ്കര ഓവറായി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ജയറാമിനെ കുറിച്ച് ഈ സിനിമയിൽ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയാനില്ലെങ്കിലും പുള്ളി വെറുപ്പിച്ചിട്ടില്ല, അതുറപ്പാണ്. അപ്പൊ ആകെ മൊത്തം പറഞ്ഞ മലയാളത്തിൽ ഏറ്റവും നന്നായി കോമഡി കൈകാര്യം ചെയ്യുന്ന 3 സ്റ്റാർ ഹീറോസിനെ വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. എന്റെ അതിന് ഏറ്റവും വലിയ കാരണമായി എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്ക് റൈറ്റർ ഡുവോ റാഫി മെക്കാർട്ടിന്റെ കയ്യിലെ കോമഡിക്കുള്ള വെടിമരുന്നൊക്കെ ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയിരുന്നു. ഇതിന് തൊട്ടു മുൻപ് അവരുടേതായി പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ലവ് ഇൻ സിംഗപ്പൂരിലും അത് കാണാമായിരുന്നു. ഇനി ഈ ചിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് ഞാൻ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സുരാജിന്റെ രാജരാജേശ്വരി അധോലോകം എന്ന ഡയലോഗും പിന്നെ നമ്മുടെ ജയ് ജയ് ഗൗഡാജി എന്ന് പറയുന്ന ആ ഒരു രംഗവും. പിന്നെ ഇതിലെ അരികെ നിന്നാലും എന്ന സോങ് അടിപൊളിയായിരുന്നു. ജാസി ഗിഫ്റ്റ് മറ്റൊരു ഭാഷയിൽ, തെലുങ്കിലോ കന്നഡയിലോ ആയിരുന്നു എന്ന് തോന്നുന്നു, അവിടെ ചെയ്തൊരു ട്യൂൺ അതേപടി ഇവിടെ എടുത്തിടുകയായിരുന്നു. ബട്ട് എന്തായാലും ദാറ്റ് സോങ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.